എന്തോ ആ മണ്ണെണ്ണ ടിന്നെ എടുക്ക്. മണ്ണെണ്ണ ടിന്നെ. ആ ആ ഇതാണോ മണ്ണെണ്ണ ടിന്നെ? അല്ല, ഞാനും വിചാരിച്ചു മത്തങ്ങ എന്തിനാന്ന്. മൊത്തങ്ങ എല്ലടോ മണ്ട, മണ്ണെണ്ണ ടിന്നെ. ആ അത് ശരി, നല്ലെണ്ണ. ആ ഇനി വാ. ഇനി തന്റെ ചെവിയിലേക്ക് ഞാൻ എലിവാണം വിടും, നോക്കോ. എലിയമ്മ, എലിയമ്മ എന്താ വിളിക്കണേ? എന്താ ചെവി കെട്ടൂടല്ലേ? തന്റെ തല. ഐ, ഇതെന്തൊരു പാടാപ്പത്, ഒന്ന് ഉറക്ക പറഞ്ഞൂടായിരുന്നോ? എന്താ എനിക്ക് ചെവി കേൾക്കില്ല എന്ന് വിചാരിച്ചേ? അയ്യോ അല്ല, എനിക്ക് ചെവി കെട്ടൂടാ, പോടാ അവിടുന്ന്. ഇപ്പൊ പറഞ്ഞത് എന്തൊരു തേങ്ങനാവാ. അയ്യേ, എന്തിനാ മോളെ ഇതൊക്കെ ചെയ്ത് കൈ ചീത്തയാക്കുന്നത്? ഇതൊക്കെ ഏലിയമ്മ ചെയ്യൂലേ? ചിറ്റമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഇതൊക്കെ പെമ്പിള്ളേരുടെ പേഴ്സണൽ മാറ്റേഴ്സാ. ഒരരികെ പോ. ആ ശ്രീദേവി വന്നോ? ഇല്ല, അവിടെ കാര്യം എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ചിറ്റമ്മേ? അവളെ ഇനി പഠിപ്പിക്കണോ എന്ന് ആലോചിക്കുക. അല്ലാതെ എന്ത് ചെയ്യും? അല്ല, അച്ഛൻ ഇന്നലെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത് കാര്യം? ശ്രീദേവിയും ബാബുമോനും കൂടെയുള്ള കല്യാണം നടത്തിയാലോ എന്ന്. ഫസ്റ്റ് ക്ലാസ് ഐഡിയ. അവളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അവളെ കെട്ടിച്ച് വിട്ടേക്കൂ. അല്ല, മോക്ക് എന്തെങ്കിലും വിഷമം? എനിക്കെന്താമേ? അയ്യേ, അവളെന്റെ അനീതിയല്ലേ. അമ്മയ്ക്ക് അറിയില്ല അവളെ പോക്ക്. അവള് വല്ല ആമ്പിള്ളേരുടെയും കൈ വാങ്ങിക്കും. അപ്പോ മോക്ക് വിഷമമൊന്നും ഇല്ലല്ലേ? അതെന്താ ചിറ്റമ്മ പിന്നെ അങ്ങനെ പറയുന്നത്? അവക്ക് എന്തെങ്കിലും ഗുണം വരുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ശരി മോളെ, ഞാൻ വരട്ടെ. ഏലിയമ്മേ, നീ വാ വേഗം. അയ്യോ, ചെറുപ്പത്തിൽ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമൊന്നും സുനിതയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, ചേച്ചി ഇനി അറിയിക്കാൻ നിൽക്കണ്ട. ആ, അമ്മ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം സുനിത എനിക്ക് വിവാഹം കഴിച്ചാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ ഒരു മാറ്റം? ഞാനിപ്പോ എന്താ മോനെ പറയ? എന്നോട് ഏട്ടനും നാഥനും പറയുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ സമ്മതിക്കില്ല. സുനിതയായാലും ശ്രീദേവിയായാലും അമ്മാവന്റെ തന്നെ മകളല്ലേ. അമ്മേ, കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലേ? എന്റെ അഭിപ്രായം അറിയാതെ ഇവരെങ്ങനെ തീരുമാനിക്കും? ഇക്കാര്യത്തിൽ അമ്മാവന് എനിക്ക് ഭയമില്ല. ഞാൻ കാര്യം നേരിട്ട് പറയാൻ പോവാ. മരിച്ചുപോയ അമ്മായി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ വാക്കിന് ഒരു വിലയില്ലേ? ഞാൻ എത്രമാത്രം അവളെ അറ്റ്ലീസ്റ്റ് അവളോടൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. അവളോടും ചോദിച്ചു. എന്തു പറഞ്ഞു? അവൾ സമ്മതിച്ചു. കല്യാണം എന്നൊക്കെ പറയുന്നത് വിധിയാണ് മോനെ. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മാവനാണ്. നിന്നെ പഠിപ്പിച്ചതും ഭക്ഷണം തന്ന് വളർത്തിയതും IAS വരെ എത്തിച്ചതും എല്ലാം. എന്തിന്? പണയത്തിലായ ഈ കിടപ്പാടം വരെ എടുത്തു തന്നത് നിന്റെ അമ്മാവനല്ലേ. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു ഞൊണ്ടി പെണ്ണിനെയോ സൗന്ദര്യമില്ലാത്ത പെണ്ണിനെയോ ഒന്നും അല്ലല്ലോ നിന്നോട് കെട്ടാൻ പറഞ്ഞത്. അമ്മയെ ഓർത്തെങ്കിലും മോൻ സമാധാനിക്ക്. ബാബുട്ട, കൺഗ്രാറ്റുലേഷൻസ്. ചെലവീണ് കേട്ടോ. സുനി എന്നെ പരിഹസിക്കുകയാണോ? എന്താ ബാബുട്ട? സുനിയും ഇത് സമ്മതിച്ചു? എന്ത് വിവാഹം? ബാബു, ഹോം മിനിസ്റ്റർ വിളിച്ചിരുന്നു. മോൻ ഉടനെ ആപ്ലിക്കേഷൻ എഴുതി അയച്ചു കൊടുക്കണം. ഇതാ അഡ്രസ്സും ഡീറ്റെയിൽസും. നമുക്കിവിടെ തന്നെ ഒരു ഒന്നാന്തരം ജോലി ഒപ്പിച്ചു കളയാം. മോനെന്ന് തിരുവനന്തപുരം വരെ പോണം. എന്താ, സന്തോഷമായില്ലേ? ഇനി അമ്മാവൻ ഒരു ജോലിയും കൂടെ ഉണ്ടാക്കി തന്നില്ലെന്ന് വേണ്ട. ശാരദ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലേ? ആ, എന്നാ ഇനിമോ പൊക്കോ.
ബാബുവേട്ടൻ എന്തോ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചോന്നോ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഓ അതോ, അത് പിന്നെ മോള് ശ്രീദേവിയേക്കാൾ മൂത്തതല്ലേ, അതുകൊണ്ട് ഈ കല്യാണം എനിക്ക് ഇഷ്ടമില്ലാതിരിക്കുമോന്നോ? ആ. അയ്യോ, ഞാൻ ഇപ്പൊ പോയി പറയാം. അയ്യോ വേണ്ട മോളെ, അതൊന്നും പറയാൻ നിൽക്കണ്ട. അവനെ ഒരു ചെറിയ സംശയം. എന്റെ മോക്ക് പരിപൂർണ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞോളാം. എന്താ മോള് കാപ്പി കുടിച്ചോ? ഇല്ല. അയ്യോ കാപ്പി കുടിക്കണം, അത് കൊള്ളാം. ബാ. ഇപ്പൊ ഒരു കാർ ആക്സിഡന്റ് ആയി വന്ന പേഷ്യന്റ് ഏത് മുറിയില്ല? 102. എങ്ങനെയുണ്ട് ഡോക്ടർ? മിസ്റ്റർ മേനോന്റെ ഫാമിലി അല്ലേ? അതെ. ഒരു ചെറിയ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങൾക്കൊന്ന് കാണണം ഡോക്ടർ. കണ്ടോളൂ, പക്ഷെ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. ഡോക്ടർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? പേടിക്കാനൊന്നുമില്ല. കുറച്ച് ബ്ലഡ് കൊടുക്കേണ്ടി വരും. ഓ, രാജേഷ് ആണല്ലേ പ്രതി? ആ, വരട്ടെ. ഇപ്പൊ വന്ന അങ്ങേരുടെ ഫാമിലിയാണ്. അതെ. പിള്ളേര് കൊള്ളാമല്ലോ. ആ, നീ വയ്ക്കൂ, ഞാൻ വന്നേക്കാം. എന്താ ഇപ്പൊ കാണുന്നില്ലല്ലോ? നീ ഭയങ്കര ബിസിയല്ലേ? മിസ്സസ് ആണല്ലേ? പേടിക്കണ്ട, ട്രീറ്റ്മെന്റിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരു അബദ്ധമാണ്, ക്ഷമിക്കണം. ഡോക്ടർ കുറച്ച് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. ഏത് ഗ്രൂപ്പാ? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് ആണോ? എന്റെ ഗ്രൂപ്പ് അതാണ്. വെളിയിൽ അന്വേഷിക്കണ്ട, ഞാൻ തരാം. വരൂ. നല്ല ഫീസുകളാണല്ലോ. അതാണല്ലോ ബ്ലഡ് കൊടുക്കാൻ പോകുന്നത്. ബ്ലഡ് അല്ല, വേണമെങ്കിൽ തല കൊടുക്കും. നീ വാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. ബാബു എപ്പോ വരും? ബാബുവേട്ടൻ മറ്റന്നാളെ വരൂ. നീ എന്നെ പറ്റി കാര്യമായി ഒന്ന് കയറ്റിയടിക്കണം. കല്യാണക്കാരത്തിൽ കൊണ്ടുപോയി എത്തിച്ചാൽ ബാക്കിയായിരുന്നു ഞാനേ. മോക്ക് രാജേഷിനെ നേരത്തെ അറിയായിരുന്നോ? പിന്നെ അദ്ദേഹത്തിന്റെ ഫാദർ ഇവിടുത്തെ പെർമനന്റ് വിസിറ്റർ ആയിരുന്നില്ലേ ചേച്ചി? കണ്ടിട്ട് തരക്കേടില്ലെന്ന് തോന്നുന്നു. ശ്രീദേവിയുടെ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ സുനിമയുടെ കാര്യം അച്ഛനോട് സംസാരിച്ചു നോക്കാം. ആ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാജേഷ്. വരണം വരണം, ഇരിക്കൂ. ബുദ്ധിമുട്ടായല്ലേ? അതെന്താ? അല്ല, ഈ ഫ്രൂട്ട്സും ഒക്കെ. ഓ, അത് സാരമില്ല. ആ, ഡോക്ടർ എന്ത് പറഞ്ഞു? 4-5 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്നാ ഡോക്ടർ പറയുന്നത്. പോയതുകൊണ്ട് കാര്യമില്ല, അങ്കിൾ നന്നായി റെസ്റ്റ് എടുക്കണം. ആ, നിങ്ങൾ വേണം ഡാഡിയെ നോക്കാൻ. എന്താ പേര്? സുനിത. ഇയാളുടെ? ശ്രീദേവി. ഞാൻ വൈകിട്ട് ആ, വരാം. എന്താ ഇത്ര ധൃതി? ഡോക്ടറെ ഒന്ന് കാണും. ശരി. പോട്ടെ. പോട്ടെ അമ്മേ. ആ. എന്തായി? ശരി, കേട്ടിട്ടുണ്ട്. വിടാതെ പിടിച്ചോളണം. അതിനെ കണ്ടിട്ട് എന്റെ കൈയും കാലും തരിക്കുകയാണ്. സ്റ്റൈലൻ സാധനം. കെട്ടിക്കളയല്ലേ? ഒരു കാര്യം ചെയ്യാം, ശ്രീധരൻ പോയി വന്ന് അന്വേഷിക്കട്ടെ. ചെറുക്കന് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഏയ്, ഒത്തു വന്നാ നമുക്കത് ആലോചിക്കാം. പുള്ളിക്കാരത്തിക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നുണ്ടോ? ഉറക്കത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബ്രീത്തിങ് ട്രബിൾ ഉണ്ട്. ആ, ഏതായാലും ഈ പിൽസ് കൊടുക്കൂ. ആ ആ, വരൂ. സിസ്റ്റർ എവിടെ? അവള് പുറത്തുണ്ട്. ഡോക്ടർ, ഡാഡി വീട്ടിൽ വന്നാ ഇതുപോലെ റെസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല.
അതുകൊണ്ട് ഒരാഴ്ചത്തേക്കൂടി ഡിസ്ചാർജ് ചെയ്യണ്ടെന്ന് പറയാൻ വന്നതാ. അത് ശരി. യെസ് കമിൻ. ആ, വാദ്യം പ്രതി ഉണ്ടല്ലോ, ഇരിക്കി. ഇല്ല, ഞാൻ ഇരിക്കുന്നില്ല. ഇവരുടെ ബില്ല് ഇവർക്ക് കൊടുക്കണ്ട. കുറ്റക്കാരൻ ഞാനല്ലേ, ഞാൻ പേ ചെയ്തോളാം. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. എന്തായി? വീടും പരിസരത്തും പുള്ളിക്കാരനെ പറ്റി യാതൊരു അഭിപ്രായവും ഇല്ല. നീ വന്നേ. തൽക്കാലം നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അത് തന്നെയല്ല, മനസ്സുകൊണ്ട് എനിക്കൊരു വേദനയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും സുനിമോളെ നിർത്തിയിട്ട് ശ്രീദേവിയുടെ കല്യാണം നടത്തിയ ആളുകൾ എന്നെ അതും ഇതും ഒക്കെ പറയും. 2 കല്യാണം കൂടെ ഒന്നിച്ച് നടത്താം, ഒറ്റ ചെലവ് തീരുകയും ചെയ്യും. അല്ല, പറഞ്ഞതേ ഉള്ളൂ. ആളിങ് എത്തിയല്ലോ, ഇരിക്കേ. അപ്പോഴേ പാർട്ടി അകത്തുണ്ട്. എന്നാ പിന്നെ അടുത്ത മാസം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്കങ്ങ് നടത്തിക്കളയാം. ഇങ്ങനെ നാണിച്ചിരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒന്നും മിണ്ടടോ. ഓ, ചേട്ടച്ചാര് കല്യാണത്തിന് വരാത്തതിലുള്ള വിഷമമായിരിക്കും. അല്ല, ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചതാ, എന്താ പൊന്നുമങ്ങളുടെ കല്യാണത്തിന് വരാഞ്ഞത്? ചേട്ടന് ലീവില്ലെന്ന് പറഞ്ഞിരുന്നു. അടുത്ത മാസം വരുന്നുണ്ട്. ആളല്പം പെശകാണല്ലേ? ഓ, ചിരിച്ചു കിട്ടി. വല്ലാത്ത ദാഹം. ഡാഡി, ചേട്ടനും ചേച്ചും കൂടി ഒരു ഹണിമൂൺ ട്രിപ്പ് ഇടുന്നുണ്ട്. ഡാഡിയുടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുക. അതിന് എന്റെ പെർമിഷൻ എന്തിനാ? പോയിട്ട് വരട്ടെ. എങ്ങോട്ടാ? ഊട്ടിക്കോ കൊടൈക്കനാലിനോ എവിടെയെങ്കിലും. ബാബുവേട്ടനും ശ്രീദേവിയും കൂടി ഞങ്ങളുടെ കൂടെ വരണമെന്നാണ് ചേട്ടന്റെ മറ്റൊരു സജഷൻ. ക്ഷമിക്കണം, എനിക്ക് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടറി എപ്പോഴാ കാണാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് വരൂ. ആ, അത് ശരിയാ. ഇന്നലെ കൂടെ ഫോൺ വിളിച്ച് ഓർമ്മപ്പെടുത്തിയതാ. പിന്നെ പോക്കെല്ലാം കൊള്ളാം. വളരെ സൂക്ഷിക്കണം കേട്ടോ. ലഗേജ് ബാക്ക് സീറ്റിലുണ്ട്. ഹായ്, 504. ദാറ്റ്സ് മൈ ലക്കി റൂം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. വാ. വണക്കം സാർ. വണക്കം. വരട്ടെ സാർ. ആ, ഹലോ, ഗെറ്റ് മീ 214. ஹலோ ராஜேஷ், எப்போ வந்தீங்க? இப்பதான். நான் கொஞ்சம் பிஸியா இருக்கேன், ஈவினிங் வந்து பார்க்கலாம். பார்த்துதானே ஆகணுமே. ஓகே. ஹலோ, ப்ளீஸ் கனெக்ட் மீ 416. ஹலோ, ஸ்டான்லி சார் இருக்கா? இல்லையா? 3 days கழிச்சு தான் வருமா? ஓகே.
നമുക്കൊന്ന് ബോട്ടിങ്ങിന് പോയാലോ? അയ്യോ എനിക്ക് നീന്താൻ അറിയില്ല. ബോട്ടിങ്ങിന് പോകാൻ നീന്താൻ അറിയണമെന്നില്ല. സൂക്ഷിക്കണേ, എല്ലാ വർഷവും ഇവിടെ ഒരാൾ മരിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തന്റെ ഓരോ കൺസെപ്റ്റ്. ഞാനേ അങ്ങേരോട് പോയി ഒന്ന് പേശിയിട്ട് വരാം. ഉം. ഹരി സർ, സുനിത എപ്പോ വന്നു? ദേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടെലിഗ്രാം എങ്കിലും അടിക്കാമായിരുന്നില്ലേ? എന്തിന്? സാർ അറിഞ്ഞില്ലേ എന്ത്? എന്റെ വിവാഹം കഴിഞ്ഞത്? എപ്പോ? കഴിഞ്ഞ മാസം. ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാൻ സാറിനൊരു ഇൻവിറ്റേഷൻ അയച്ചിരുന്നല്ലോ. എങ്ങോട്ട്? കോളേജിലേക്ക്. ഞാൻ റിസൈൻ ചെയ്തു. അപ്പൊ അത് അവിടെ തന്നെ ഉണ്ടാവും. ദാ ആ ബോട്ടിനടുത്ത് നിൽക്കുന്ന ആളാ എന്റെ ഹസ്ബൻഡ്. ശരി സർ, ഞാൻ 5-6 ദിവസം ഇവിടെ ഉണ്ട്. പിന്നെ കാണാം. രാജു, എന്താ ഹരി? സുനിത വന്നിട്ടുണ്ട്. എപ്പോൾ? അതൊന്നും അല്ല പ്രശ്നം. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ പണക്കാർക്ക് പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്യുന്ന ഒരുത്തിനെ പറ്റി. അവനാ. ഇതിലെന്തോ ചതിയുണ്ട്. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിന് മുമ്പ് വിവരം അറിയിക്കണം. ഹരി അവളോട് പറഞ്ഞില്ലേ? ഇല്ല. എന്താ അബദ്ധം കാണിച്ചത്? അതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് അവള് പോയി. വരൂ, നമുക്ക് അന്വേഷിക്കാം.